ഈ കോളേജ് വിദ്യാർത്ഥിനികൾ വർണ്ണാഭമായ വസ്ത്രം ധരിച്ചിരിക്കുന്നത്, കളർഫുൾ ഡ്രസ്സ്, നമ്മുടെ ഈ സാമ്പാർ നർത്തകർ ധരിക്കുന്ന പോലത്തെ വസ്ത്രമൊക്കെ ധരിച്ച് ഇവർ ഒരു പ്രത്യേക ഈണത്തിൽ ഡാൻസ് ചെയ്ത് ചെണ്ട കൊട്ടി പോവുകയാണ്. ഒരു ത്രില്ലിംഗ് താളമാണ്. ഇവരൊന്നും മുദ്രാവാക്യം വിളിക്കുന്നില്ല. ഇവരുടെ കയ്യിലൊരു ബാനറുണ്ട്. ഈ ബാനറിൽ പറയാനുള്ള എഴുതി വെച്ചിട്ടുണ്ട്. വലിയൊരു ഉത്സവം പോലെയാണ് അവിടുത്തെ പ്രതിഷേധം. അവിടുത്തെ പ്രസിഡന്റ് രാജിവെച്ച് സ്ഥലം വിടണമെന്നുള്ള പ്രതിഷേധം നടക്കുന്നത്. ഈ പ്രതിഷേധ പരിപാടി എന്ന് പറയുന്ന ഒരു കലാപരിപാടിയാണ്. ഇത് കാണാൻ ജനം തടിച്ചു കൂടുന്നു. ഇതൊരു സംഘമല്ല, 1000 പേരുടെ ഒരു സംഘം അങ്ങ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകെ അടുത്ത സംഘം ബാനർ പിടിച്ച് ഇങ്ങനെ ഒരു 10-40 സംഘങ്ങൾ ഇങ്ങനെ സ്ക്വയറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് രാത്രിയുള്ള പരിപാടിയെല്ലാം ക്യാൻസൽ ചെയ്തു. പെട്ടെന്ന് പോയി ക്യാമറ എടുത്തുകൊണ്ട് അങ്ങ് ഷൂട്ട് ചെയ്തു. ഒരു 3-4 മണിക്കൂർ നേരം ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ഇവരെന്നിട്ട് ഈ സ്ക്വയറിലേക്ക് വന്ന് സ്ക്വയർ അങ്ങ് കീഴടക്കി. സ്ക്വയറിൻ്റെ പല ഭാഗങ്ങളിൽ പല സംഘങ്ങളായുള്ള പെർഫോമൻസായി. അതിഗംഭീരമായ ഒരു അനുഭവം. എന്നിട്ട് അവിടെ വന്നൊരു പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ എല്ലാ സ്ട്രീറ്റുകളും ക്ലോസ് ചെയ്തു. ഇനി ആരും ഇങ്ങോട്ട് കയറാൻ പറ്റുന്നതായി. പക്ഷേ ഞാൻ ഇവരുടെ ഇടയ്ക്കായി ഇതിനകത്ത് ഈ സ്ക്വയറിനകത്ത് പെട്ടു. ഞാൻ ക്യാമറയായിട്ട് നടക്കുകയാണ്. ചിലർ കുട്ടികളെയും തോളെ വെച്ച്, ചിലർ കൂട്ടുകാരെ തന്നെ തോളെ വെച്ചിട്ട്, അതിനകത്ത് ഈ പല ചാനലുകളുടെയും ക്യാമറമാന്മാരുണ്ട്. അപ്പോഴാണ് ഇതിനകത്ത് ഇത്തരം സ്ഥലത്ത് ഇവരുടെ ഓബിവാനൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവന്മാരെങ്ങനെ ഷൂട്ട് ചെയ്യുന്നറിയോ? ക്യാമറാമാനെ പ്രൊഡ്യൂസർ എടുത്ത് തോളെ വെക്കും. അവൻ 2 കാലും ഇങ്ങനെ മുമ്പോട്ടിട്ടിട്ട് ഇവൻ്റെ പെടലിലേക്ക് കയറിയിരിക്കും ക്യാമറാമാൻ. എന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്.